4:28 a.m. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇന്നിവിടെ ഉത്സാഹം ഉത്സാഹം പള്ളിപ്പെരുന്നാൾ പോലെ അമ്പലത്തിലുണ്ടാവല്ലോ ഉത്സാഹം. ആം ആദ്മി പാർട്ടി മുന്നിൽ, ആം ആദ്മി പാർട്ടി 36 സീറ്റ്, ആം ആദ്മി പാർട്ടി 36 സീറ്റിൽ, ബിജെപി 33 സീറ്റിൽ. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കെആർപി, കൂൾ ഡൗൺ. ഇതാദ്യമായി ഇതാ ആം ആദ്മി പാർട്ടി വീണ്ടും അല്ലെ ഒരു സമയത്ത് ഇപ്പൊ വീണ്ടും ഒരു ഈ മിന്നുന്ന. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നെങ്കിലും കാഴ്ചവെക്കുന്നുണ്ട്. വോട്ടെണ്ണലിന്റെ ഘട്ടങ്ങളിലെങ്കിലും ആം ആദ്മി പാർട്ടി ഈ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അതെന്റെ വലിയൊരു ആഗ്രഹം. ആപ്പ് 25, ബിജെപി 30. ഒരു കടുത്ത മത്സരം തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആപ്പ് 27, ബിജെപി 21. അതും ഇതുമായിട്ട് എന്താ ബന്ധം? ആപ്പ് 27 2 അമ്പട കേമ സണ്ണിക്കുട്ട. ആം ആദ്മി പാർട്ടി ബിജെപി തമ്മിൽ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഇനിയാണ് ആര് മുന്നിലേക്ക് വരുന്നത്? ഇനിയാണ് മത്സരം അല്ലേ? പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. 1 eternity later. വാർത്തയനുസരിച്ച് 48 ഇടങ്ങളിൽ ബിജെപി മുന്നിൽ, 21 ഇടങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുന്നു, കോൺഗ്രസ് ഒരിടത്തേക്ക് എന്നുള്ളതാണ്. 101 വെടി പൊട്ടിച്ചിട്ട് ഒരു വെടി പോലും ഒരു ദൈവത്തിനും കൊണ്ടില്ലേ കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. പക്ഷെ അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, അതിഷി പിന്നിലാണ്. ബിജെപി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഒരു തമാശക്ക് വേണ്ടി രജീഷ് രാജൻ പറയുന്നു കമന്റ് ബോക്സിൽ, ഇലക്ഷൻ റിസൾട്ട് കാണാൻ എനിക്ക് ഇഷ്ടം 24 ആണ്. അത് ശരിയാ. കൂടുതൽ അഹങ്കരിക്കാൻ വരട്ടെ, അതിന്റെ പിന്നാലെ വരുന്നുണ്ട് പാര. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. കാരണം ബിജെപി ജയിക്കുമ്പോൾ ആത്മീയുടെ ഒക്കെ കരച്ചിൽ കാണാൻ നല്ല രസമാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. അത് കാണുമ്പോ കിട്ടുന്ന ഒരു മനസുഖം പറഞ്ഞറിയിക്കാൻ വയ്യ. They are very emotional. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. ആ ഒരു സുഖം അവർ കിട്ടുന്നത് കിട്ടിക്കോട്ടെ. എനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് ദയനീയ പരാജയം. ഒട്ടയ്ക്കും താഴെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ലഭിച്ച വോട്ട്. എങ്ങനെ നമ്മൾ തോറ്റു അത്ര ആലോചിക്കാൻ എന്താ ഉള്ളതെന്ന് ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അതന്നെ 8 മണ്ഡലങ്ങളിലാണ് രാജ്യതലസ്ഥാനത്ത് ഇടതു പാർട്ടികൾ കരുത്ത് തെളിയിക്കാൻ ഇറങ്ങിയത്. മണ്ഡലങ്ങളിൽ നോട്ടയ്ക്കും താഴെയാണ് ലഭിച്ച വോട്ട്. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആർഡിപിക്ക് വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. சும்மா இருந்தோன்னு சூப்பர் ஸ்டார் ஆக்கி விட்டீங்க. இப்போ எதிரிங்க உருவாகிறது இல்லைங்க, நாம தான் உருவாக்குறோம். Yeah, I'm here to make you hurt. That's the only way I work.